എന്നെ ഒരു തവണ പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ച് എന്തുതരം പാമ്പാണെന്ന് പിടികിട്ടിയില്ല. അന്നത്തെ കാലത്ത് പാമ്പ് കടിയേറ്റാൽ ഉടനെ നാട്ടിലൊരു വിഷവൈദ്യനുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്നുള്ളൂ. അല്ലാതെ ഉടനെ തന്നെ ടൗണിലെ അലോപ്പതി ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയില്ല. അങ്ങനെ എന്നെയും അവിടെ ഈ നാട്ടുവൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര പേടി, അതായത് ഇത് വിഷമുള്ള പാമ്പാണോ. അപ്പോൾ അദ്ദേഹം തൊട്ട് നോക്കിയിട്ട് ചോദിച്ചു, കാല് തൊട്ട് നോക്കിയിട്ട് ഇപ്പോൾ ചൂട് തോന്നുന്നുണ്ടോ തണുപ്പ് തോന്നുന്നുണ്ടോ. അപ്പോൾ എനിക്ക് ഏത് പറഞ്ഞാലാണ് ഞാൻ രക്ഷപ്പെടുക എന്ന് ആലോചിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. എനിവേ പിന്നെ അദ്ദേഹം ഒരു ലോഹ കഷ്ണം നമ്മുടെ ആ മുറിവിൽ വെച്ചിട്ട് ഇപ്പം എന്താ തോന്നുന്നത്, ഇത് തണുപ്പാണോ ചൂടാണോ നീറ്റലുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം ഭയപ്പെട്ടിട്ടാണ് പറഞ്ഞത്. ഏത് പറഞ്ഞാലാണ് വിഷമുണ്ട് എന്ന് അദ്ദേഹം തീരുമാനിക്കാമെന്നറിയില്ല. അതുപോലെ തന്നെ ഒരു കഷായം, ഒരു കഴിക്കുന്ന കഷായം കുറുക്കി നമ്മളെ കൊണ്ട് കുടിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കണം അന്ന് രാത്രി. വീട്ടിൽ എന്ന് പറഞ്ഞാൽ വരാന്തയിൽ കിടക്കാം. പക്ഷേ വരാന്തയിൽ ഞാനുമുണ്ട്, എൻ്റെ ഒരു സീനിയർ കസിനുമുണ്ട്, വേറെയും ചിലർ ഇതുപോലെ പാമ്പ് കടിയേറ്റിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ വരാന്തയിൽ കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. എൻ്റെ പേടി ഇനി വേറെ പാമ്പ് വന്ന് കടിക്കുമോ എന്നുള്ള പേടിയായിരുന്നു. എന്നിരുന്നാലും ഭാഗ്യത്തിന് എനിക്ക് തോന്നുന്നത് അത് വിഷമില്ലാത്ത പാമ്പായിരിക്കണം.